ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് പോയിന്റ്സ് ആണ്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് is the process of synthesis of organic food by green plants by using carbon dioxide and water in the presence of light. ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുക. അതിലെ ഫോക്കസ് ഏരിയയിൽ ഫോക്കസ് പോയിന്റ്സിൽ ആദ്യം വരുന്നത് വേർ ഡു ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് എന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്ന അപ്പാരറ്റസിനെ ഓർഗനലിനെ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്ന് പറയാം. ദ സെൽ ഓർഗനൽ ഇൻ വിച്ച് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഈസ് കാൾഡ് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ്. ദറ്റ് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് ഈസ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ് പറയുന്നത്. ഗ്രീൻ പ്ലാന്റ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓർഗനൽസ്. പ്ലാസ്റ്റിഡ്സ് ആർ ഓഫ് 3 ടൈപ്സ്. നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. അതിൽ ക്ലോറോപ്ലാസ്റ്റ് വെച്ച് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. യങ് സ്റ്റെമ്മിൽ, ലീവ്സിൽ ഒക്കെ എന്തുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ, chloroplast is bound by a 2-layered membrane. Chloroplast is bound by a 2-layered membrane, an outer membrane and inner membrane. In between the two membranes there is a space called periplastidal fluid. Periplastidal fluid ആണ് രണ്ട് മെംബ്രെയിൻസിനിടയ്ക്ക് കാണുന്ന space is called periplastidal space and is filled with periplastidal fluid. Next one, within the chloroplast there is a nutritious fluid called stroma. സ്ട്രോമ എന്ന ന്യൂട്രീഷ്യസ് ഫ്ലൂയിഡിൽ വെച്ചാണ് എന്ത് നടക്കുക, ഡാർക്ക് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് നടക്കുക. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ന്യൂട്രീഷ്യസ് ഫ്ലൂയിഡ് സീൻ വിത്തിൻ ദി ക്ലോറോപ്ലാസ്റ്റ് ഈസ് കാൾഡ് സ്ട്രോമ. ഡാർക്ക് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്ട്രോമ. ഈ സ്ട്രോമയിൽ ചില സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് സ്കാറ്റർ ചെയ്ത് കിടപ്പുണ്ട്. സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ദീസ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ കാൾഡ് ലമല്ല ഓർ തൈലക്കോഡ്. ലമല്ല ഓർ തൈലക്കോഡ് എന്നാണ് അവർ പറയുക. സിംഗിളായിട്ട് കാണുമ്പോൾ അവയെ ലമല്ല എന്ന് പറയും. പക്ഷെ പലപ്പോഴും നമുക്ക് ലമല്ലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഗ്രൂപ്പ്സ് ആയിട്ട് കാണുന്നുണ്ട്. ദീസ് ഗ്രൂപ്പ്സ് ആർ കാൾഡ് ഗ്രാന. സിംഗിൾ ഗ്രൂപ്പ് ഈസ് കാൾഡ് ഗ്രാനം ആൻഡ് ദീസ് ഗ്രൂപ്പ്സ് ആർ കാൾഡ് ഗ്രാന. അപ്പോൾ ഗ്രാന ഈസ് കമ്പോസ്ഡ് ഓഫ് ലമല്ല ഓർ തൈലക്കോഡ്. ഓക്കെ, ഈച്ച് ലമല്ല ഇൻ ഗ്രാന ഈസ് കാൾഡ് ഗ്രാന ലമല്ല ഓർ ഗ്രാന തൈലക്കോഡ്. Adjacent grana are connected by stroma lamellae. അപ്പോൾ ഗ്രാന ലെമല്ലെ ആൻഡ് സ്ട്രോമ ലെമല്ലെ ഇങ്ങനെ കാണാം. ഇതാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ. ഈ ഗ്രാനയിൽ വെച്ചാണ് എന്ത് നടക്കുക, ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് നടക്കുക. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദി ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് is bound by 2-layered membrane, outer membrane and inner membrane. In between there is a space called periplastidal space. It is filled with the periplastidal fluid. Within the chloroplast a nutritious fluid is seen. It is called stroma. Stroma-യുടെ function dark reaction of photosynthesis ആണ്. Sac-like structures embedded in the chloroplast are called lamellae or thylakoids. Lamellae arranged in groups are called grana. Each grana is composed of grana lamellae. Adjacent grana are connected by lamella. It is called stroma lamellae. Stroma lamellae or stroma thylakoid എന്ന് പറയും. ഓക്കെ, ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ. ഈ ക്ലോറോപ്ലാസ്റ്റ് ഈസ് ദി ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ്. ഇനി നെക്സ്റ്റ് വൺ നോക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് ഇത്രയുള്ള അതിലുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സിനെ കുറിച്ചാണ് ഇനി പറയുക. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ദീസ് പിഗ്മെന്റ്സ് അബ്സോർബ് സൺലൈറ്റ്. സൺലൈറ്റിലുള്ള എനർജിയെ, സോളാർ എനർജിയെ കൺവെർട്ട് ചെയ്ത് കെമിക്കൽ എനർജിയൊക്കെ മാറ്റുന്നത് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആണ്. ആ പിഗ്മെന്റ്സ് ഏതൊക്കെ നോക്കുക. ക്ലോറോഫിൽസ് ആൻഡ് കരോട്ടനോയിഡ്സ് ആർ ദി മെയിൻ പിഗ്മെന്റ്സ്. ക്ലോറോഫിൽസ് ആൻഡ് കരോട്ടനോയിഡ്സ്. ക്ലോറോഫിൽസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ക്ലോറോഫിൽ എ, ബി, സി, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോറോഫിൽസ് കാണാം. ദീസ് ക്ലോറോഫിൽസ്, ക്ലോറോഫിൽ എ ആണ് മെയിൻ ആയിട്ട് പ്ലാന്റ്സിൽ കാണുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ എ ഈസ് അതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ കളറിലാണ് കാണുക. ക്ലോറോഫിൽ എ ഈസ് ബ്ലൂ ഗ്രീൻ ഇൻ കളർ ആൻഡ് ക്ലോറോഫിൽ ബി ഈസ് യെല്ലോ ഗ്രീൻ. Chlorophylls absorb light energy and convert it to chemical energy during photosynthesis. Next one, carotenoids. Carotenoids include yellow orange pigment carotene and yellow pigment xanthophyll. അപ്പോൾ carotenoids include carotene and xanthophyll. ഇത്രയും 4 തരം പിഗ്മെന്റ്സ് ഉണ്ടെങ്കിലും
ലൈറ്റ് റിയാക്ഷനിൽ മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ക്ലോറോഫിൽ എ മാത്രമാണ്. ക്ലോറോഫിൽ എ അലോൺ ടേക്ക് പാർട്ട് ഇൻ ഫോട്ടോസിന്തസിസ്, ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിൻ്റെ ലൈറ്റ് റിയാക്ഷനിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരാണ്? ക്ലോറോഫിൽ എ ആണ്. അതിൽ തന്നെ ക്ലോറോഫിൽസ് ഏതൊക്കെ ലൈറ്റ്സ് അബ്സോർബ് ചെയ്യുന്നത്? നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിൽ നിന്നും വിബ്ജിയോറിൽ നിന്നും റെഡ്, ബ്ലൂ ആൻഡ് വയലറ്റ് ലൈറ്റ്സിനെയാണ് അബ്സോർബ് ചെയ്യുക. റെഡ്, ബ്ലൂ ആൻഡ് വയലറ്റ് ലൈറ്റ്സിനെ അബ്സോർബ് ചെയ്യുന്നത് ക്ലോറോഫിൽസ് പറയുന്നു. അപ്പം ബാക്കിയുള്ള പിഗ്മെൻറ്റ്സ് ഉണ്ട്. ക്ലോറോഫിൽ എ ആണ് ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബാക്കിയുള്ള പിഗ്മെൻറ്റ്സ് എല്ലാം ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോറോഫിൽ എക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ക്ലോറോഫിൽ എ ഫോട്ടോസിന്തസിന് സഹായിക്കുന്നുണ്ട്. ദീസ് പിഗ്മെൻറ്റ്സ് ആർ കാൾഡ് accessory pigments. But chlorophyll B, carotenes, xanthophylls are called accessory pigments because they do not participate directly in photosynthesis, in light reaction. They absorb light and transfer its energy to neighboring molecules and finally focus it to chlorophyll A. So chlorophyll A is the reaction center. നമുക്കറിയാം ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ്സിൽ ടു ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആണുള്ളത്. റിയാക്ഷൻ സെൻറ്റർ ആൻഡ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് മോളിക്യൂൾസ്. റിയാക്ഷൻ സെൻറ്റർ ആൻഡ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് മോളിക്യൂൾസ്. അതിൽ ഫസ്റ്റ് വൺ റിയാക്ഷൻ സെൻറ്റർ ഈസ് ക്ലോറോഫിൽ എ. ദ പിഗ്മെന്റ് മോളിക്യൂൾ ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ് ഈസ് കോൾഡ് റിയാക്ഷൻ സെൻറ്റർ. നമുക്കറിയാം ഹയർ പ്ലാന്റ്സിൽ ടു ടൈപ്സ് ഓഫ് റിയാക്ഷൻ സെൻറ്റേഴ്സ് ആണുള്ളത്. വൺ ഈസ് P700 ആൻഡ് P680. PS1 photosystem 1 or pigment system 1 is P700. P700 means these pigment molecules can absorb light with 700 nanometer wavelength. 700 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് റേസിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന പിഗ്മെന്റ് മോളിക്യൂൾസ് ക്ലോറോഫിൽ എ മോളിക്യൂൾസിനെയാണ് P700 എന്ന് പറയുക. അത് ഫോട്ടോസിസ്റ്റം 1-ൽ PS1-ൽ കാണുന്നു. സെക്കൻഡ് വൺ P680. 680 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് റേസിനെ വിസിബിൾ സ്പെക്ട്രത്തിൽ നിന്നും 680 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് റേസിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് P680 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് PS2. അപ്പോൾ ടു ടൈപ്സ് ഓഫ് റിയാക്ഷൻ സെൻറ്റേഴ്സ് ആർ PS1 ആൻഡ് PS2. PS1 ഈസ് P700 and PS2 is P680. What is reaction center? The chlorophyll molecule that participate directly in photosynthesis. അപ്പോൾ ബാക്കി വരുന്ന പിഗ്മെന്റ് മോളിക്യൂൾസ് ക്ലോറോഫിൽ ബി സി ഇങ്ങനെയുള്ള പിഗ്മെന്റ്സ് കരോട്ടീൻസ് ആൻഡ് സാന്തോഫിൽസ് അബ്സോർബ് ലൈറ്റ് എനർജി ആൻഡ് ട്രാൻസ്ഫർ ദ എനർജി ടു നൈബറിംഗ് മോളിക്യൂൾസ് ആൻഡ് ഫൈനലി ഫോക്കസ് ടു റിയാക്ഷൻ സെന്റർ മീൻസ് ക്ലോറോഫിൽ എ. സോ ഈ പിഗ്മെന്റ്സ് എന്തിനു സഹായിക്കുന്നു? ഫോട്ടോസിന്തസിന് ക്ലോറോഫിൽ എ സഹായിക്കുന്നുണ്ട്. എന്ത് പറയാം? ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയും. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആർ ദീസ് മോളിക്യൂൾസ് ക്ലോറോഫിൽസ് ആൻഡ് കരോട്ടനോയിഡ്സ്. ക്ലോറോഫിൽസ് ആർ chlorophyll A and chlorophyll B. Light reaction takes place in chlorophyll A, so it is called reaction center. The other molecules are called accessory pigments. Carotenes, xanthophylls and chlorophyll B are accessory pigments. Okay, chlorophyll A is blue-green and chlorophyll B is yellow-green. ഈ പിഗ്മെന്റ്സ് എല്ലാം ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഒരേ വേവ് ലെങ്തിലല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിലും റിലീസ് ഓഫ് ബൈ പ്രോഡക്റ്റ് ഓക്സിജനിലും ഒക്കെ വ്യത്യാസം വരാം. അതിനനുസരിച്ച് വേണമെങ്കിൽ ടു ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ഈസ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. Absorption spectrum means a graphic representation of absorption maxima against wavelength. ഇപ്പോൾ പറഞ്ഞു ക്ലോറോഫിൽസ് തന്നെ ക്ലോറോഫിൽ എ ബി ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പിന്നെ കരോട്ടനോയിഡ്സ്. ഈ പിഗ്മെന്റ്സ് എല്ലാം ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഒരേ വേവ് ലെങ്തിലല്ല. അപ്പോൾ അബ്സോർപ്ഷൻ മാക്സിമ ആണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് അബ്സോർപ്ഷൻ മാക്സിമ അഗെൻസ്റ്റ് വേവ് ലെങ്ത് ഈസ് കാൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേവ് ലെങ്സിലാണെങ്കിൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിലും അത് വ്യത്യാസം ഉണ്ടാകും. ദാറ്റ് ഈസ് കോൾഡ് ആക്ഷൻ സ്പെക്ട്രം. Graphic representation of rate of photosynthesis against wavelength is called action spectrum. Rate of photosynthesis against wavelength is called action spectrum. അപ്പോൾ ടു ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് പറയാം, അബ്സോർപ്ഷൻ സ്പെക്ട്രം ആൻഡ് ആക്ഷൻ സ്പെക്ട്രം. റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് അഗെൻസ്റ്റ് വേവ്ലെങ്ത് ഈസ് കാൾഡ് ആക്ഷൻ സ്പെക്ട്രം. അങ്ങനെ അത് വ്യത്യാസമാണെങ്കിൽ അബ്സോർപ്ഷൻ വ്യത്യാസമായതുകൊണ്ടാണ്. ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് അബ്സോർപ്ഷൻ മാക്സിമ അഗെൻസ്റ്റ് വേവ്ലെങ്ത് ഈസ് കാൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പോൾ ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്. രണ്ട് ക്വസ്റ്റ്യൻസ് ആയി നമ്മൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷൻ ആണ്.
Photosynthesis has two phases, light reaction and dark reaction. Food production നടക്കുന്നത് dark reactionലാണ്. അപ്പോൾ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഡാർക്ക് റിയാക്ഷനിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ എനർജി മോളിക്യൂൾസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ലൈറ്റിൻ്റെ പ്രസൻസിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സ്റ്റേജാണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഫസ്റ്റ് ഫേസാണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ നോക്കുക, എല്ലാ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് നോക്കുക. Light reaction is the first phase of photosynthesis. Light reaction is the first phase of photosynthesis. It is the light dependent phase. Light in the presence മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പോൾ dark reaction, food production നടക്കാൻ light ഒരു necessary factor അല്ല. So it is called dark reaction. അപ്പോൾ light reaction takes place only in the presence of light. So it is light dependent phase. ഈ ലൈറ്റ് റിയാക്ഷനിൽ ഫുഡ് പ്രൊഡക്ഷനെ നടക്കുന്നില്ല പറഞ്ഞു. ഡാർക്ക് റിയാക്ഷനിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ചില റെഡ്യൂസിങ് ഏജന്റുകൾ അല്ലെങ്കിൽ ATP പോലത്തെ മോളിക്യൂൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാണ് നടക്കുക ലൈറ്റിന്റെ പ്രസൻസിൽ. സോ ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഓർ ഫോട്ടോ കെമിക്കൽ ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. ലൈറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഗ്രാന. നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൽ പറഞ്ഞു ലൈറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദി ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ലൈറ്റ് റിയാക്ഷൻ ഇൻവോൾവ്സ് two pigment systems. They are PS1 and PS2. Light reaction involves two pigment systems or photosystems. They are PS1 and PS2. PS1 is P700 and PS2 is P680. PS1 is P700 and PS2 is P680. അല്പം മുമ്പ് നമ്മൾ പറഞ്ഞു P700 means it's a chlorophyll molecule that can absorb light of wavelength എത്രയാണ് 700 നാനോമീറ്റർ. 700 നാനോമീറ്റർ വരെ വേവ്ലെങ്ത് ഉള്ള ലൈറ്റ് റേസിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന പിഗ്മെന്റ് മോളിക്യൂൾസ് ആണ് P700, ദാറ്റ് ഈസ് PS1. 680 നാനോമീറ്റർ വരെ വേവ്ലെങ്ത് ഉള്ളതിനെ അബ്സോർബ് ചെയ്യുന്നത് PS2. രണ്ടും ക്ലോറോഫിൽ എ മോളിക്യൂൾസ് ആയിരിക്കും. ദേ ആർ കോൾഡ് റിയാക്ഷൻ സെന്റേഴ്സ്. ഇനി ഇവിടെ പറഞ്ഞു ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല, പക്ഷേ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ എനർജി മോളിക്യൂൾസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. These energy molecules are ATP and NADPH. ATP and NADPH ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ATP is the energy currency. നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എനർജി മോളിക്യൂളാണ് ATP എന്ന് പറയുന്നത്. അപ്പോൾ ATP പ്രൊഡക്ഷൻ is called phosphorylation. Formation of ATP is called phosphorylation. This phosphorylation takes place in the presence of light. Light reaction ആണ് നടക്കുക. So it is called photophosphorylation. Formation of ATP in the presence of light is called photophosphorylation എന്ന് പറയും. സെക്കൻഡ് മോളിക്യൂൾ എന്ന് പറയുന്നത് NADPH ആണ്. ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്. നമുക്കറിയാം പ്ലാന്റ്സ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജൻ എവിടെ നിന്നാണ് പ്ലാന്റ്സിന് കിട്ടുക? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ലൈറ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട്. ആ ഓക്സിജനാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് പോവുക. പിന്നെ ബാക്കിയുള്ളത് ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജൻ NADP എന്ന റെഡ്യൂസിങ് ഏജന്റിലേക്ക് ആഡ് ചെയ്യുന്നു, NADPയിലേക്ക് ആഡ് ചെയ്യുന്നു. NADP ഈസ് എൻ്റെ എക്സ്പാൻഷൻ നോക്കുക, നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയേറ്റഡ് ഫോസ്ഫേറ്റ്. സോ NADP ഈസ് നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയേറ്റഡ് ഫോസ്ഫേറ്റ്. ഇറ്റ് ഈസ് കോൾഡ് NADP. NADPയിലേക്കാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് എ റിഡക്ഷൻ നടക്കുമ്പോഴത്തേക്കാണ് NADPH2 എന്ന എനർജി മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ two molecules are produced during light reaction, ATP and NADPH. ATP formation is called a photophosphorylation. ലൈറ്റിന്റെ പ്രസൻസ് നടക്കുന്നുണ്ട്, photophosphorylation എന്ന് പറയാം. Second is NADPH. NADP means nicotinamide adenine dinucleated phosphate. It is a reducing agent എന്ന് പറയാം. Next one നോക്കാം. This light reaction can be divided into two. ഏതൊക്കെയാണ്? അതിൽ തന്നെ ഫോർമേഷൻ ഓഫ് ATP നടക്കുന്ന ഒരു സ്റ്റേജ്, പിന്നെ രണ്ടാമത്തേൽ ATP ആൻഡ് NADPH പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡ് സ്റ്റേജ്. ഇങ്ങനെ രണ്ട് സ്റ്റേജസ് ആണുള്ളത്. ATP ഫോർമേഷൻ നടക്കുന്ന ടു ടൈപ്സ് ഓഫ് മെത്തേഡ്സ്, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സോ മെയിൻ പോയിന്റ്സ് ഒന്നുകൂടെ നോക്കുക. Light reaction is the first phase of photosynthesis. It is a light dependent phase. During light reaction, ലൈറ്റിൻ്റെ പ്രസൻസിലാണ് എന്ത് നടക്കുക? കെമിക്കൽ റിയാക്ഷൻസ് നടക്കുക. ഫോർമേഷൻ ഓഫ് ATP, NADPH2, പിന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഒക്കെ നടക്കുന്ന ലൈറ്റിൻ്റെ പ്രസൻസിലാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോട്ടോ കെമിക്കൽ ഫേസ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ലൈറ്റ് റിയാക്ഷൻ ഇൻവോൾവ്സ് two pigment systems, PS1 P700 and PS2 P680. The energy molecules produced are ATP and NADPH. Formation of ATP in the presence of light is called photophosphorylation.
and NADP is a strong reducing agent. Expansion is nicotinamide adenine dinucleotide phosphate. അതിലേക്കാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുക. ഹൈഡ്രജൻ ഈസ് obtained from water. By the splitting of water, ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നുണ്ട്. This light reaction involves two steps, two phases. They are cyclic photophosphorylation and non-cyclic photophosphorylation. Next one, cyclic photophosphorylation എന്നാണ് നോക്കുക. cyclic photophosphorylation. അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സിൽ ATP ഫോർമേഷൻ നടക്കുന്നുണ്ട് ലൈറ്റിൻ്റെ പ്രസൻസിൽ. സോ ഇറ്റ് ഈസ് കാൾഡ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഓക്കെ. പിന്നെ ഇവിടെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്ന ഒരു സൈക്ലിക് മാനറിലാണ്. അതുകൊണ്ടാണ് എന്ത് പേര് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പേര് കിട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫോക്കസ് പോയിന്റിലുള്ള മറ്റൊരു പോയിന്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. ഇവിടുത്തെ റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് PS1 ആണ്. PS1 ഈസ് P700. റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ അതൊരു ക്ലോറോഫിൽ എ മോളിക്യൂൾ ആയിരിക്കും. ക്ലോറോഫിൽ എ മോളിക്യൂൾ ഇത് മാത്രമേ ഫോട്ടോസിന്തസിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി പിഗ്മെന്റ് മോളിക്യൂൾസ് ദേ ആർ കാൾഡ് ആക്സസറി പിഗ്മെന്റ്സ്. അവർ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ടുള്ള എനർജി എല്ലാം ആർക്ക് കൊടുക്കുകയാണ്? റിയാക്ഷൻ സെൻറ്ററിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ PS1 ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, നൈബറിംഗ് മോളിക്യൂൾസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദീസ് മോളിക്യൂൾസിനാണ് നമ്മൾ എന്ത് പറയുക? ദീസ് മോളിക്യൂൾസ് ആർ കാൾഡ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെന്റ് മോളിക്യൂൾസ്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെന്റ് മോളിക്യൂൾസ്. അല്ല, റിയാക്ഷൻ സെൻറ്ററിനോട് ചേർന്ന് വരുന്ന മോളിക്യൂൾസിനെ കോർ മോളിക്യൂൾസ് എന്നും അതിനെ സറൗണ്ട് ചെയ്ത് വരുന്ന മോളിക്യൂൾസിനെ ആന്റിന മോളിക്യൂൾസ് എന്നും പറയും. അപ്പോൾ കോർ മോളിക്യൂൾസ് ആൻഡ് ആന്റിന മോളിക്യൂൾസ് ചേർന്നതാണ് ഏത്? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെന്റ് മോളിക്യൂൾസ്. അപ്പോൾ ഇത്രയും മോളിക്യൂൾസ് ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഹൈ എനർജി ലൈറ്റാണ് ഇവിടെ കിട്ടുക, PS1ലേക്ക് കിട്ടുക. അപ്പോൾ അത് ഗെറ്റ് എക്സൈറ്റ്, അത് ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്സിഡൈസ് ചെയ്തിട്ട് അത് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ചില ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിലൂടെ ആ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സിലൂടെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. പറഞ്ഞു PS1 or reaction center participate directly in photosynthesis. The other molecules are core molecules and antenna molecules, together called light harvesting pigment molecules. They absorb light and transfer its energy to neighboring molecules and finally focus to PS1. അപ്പോൾ PS1 അത്ര ഹൈ എനർജി കിട്ടുമ്പോൾ ഹൈ പൊട്ടൻഷ്യൽ എനർജി ഉള്ള മോളിക്യൂൾസാണ് കിട്ടുക. അപ്പോൾ അത് ഓക്സിഡൈസ് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് ആണ് കുറേ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ ട്രാവൽ ചെയ്യുക. ആ ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ് ഫെറഡോക്സിൻ, സൈറ്റോക്രോംസ് ആണ്. നെക്സ്റ്റ് വൺ, സൈറ്റോക്രോംസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. സൈറ്റോക്രോം B6, സൈറ്റോക്രോം F, +2 സയൻ, ഇങ്ങനെയുള്ള ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സിലൂടെ ട്രാവൽ ചെയ്യുന്നു. അത് സൈക്ലിക് ആകാം, നോൺ സൈക്ലിക് ആകാം. നമ്മൾ പറയുന്ന ലൈറ്റ് റിയാക്ഷൻ 2 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അവിടെ ഇലക്ട്രോൺസ് സൈക്ലിക് മാനറിൽ ട്രാവൽ ചെയ്യുന്നു, കാരണം അവിടെ റിയാക്ഷൻ സെൻറ്റർ ഒന്നേ ഉള്ളൂ. പക്ഷേ നോൺ സൈക്ലിക്കിലാണെങ്കിൽ PS1 ആൻഡ് PS2 ഉണ്ട്. അപ്പോൾ അത് നോൺ സൈക്ലിക് മാനറിലാണ് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സിലൂടെ ട്രാവൽ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് എന്ത് പറയുക? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുക. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ആ പ്രോസസ്സാണ്. ഓക്കെ. റിയാക്ഷൻ സെൻറ്റർ റിലീസ് ഹൈ എനർജി ഇലക്ട്രോൺസ്. ദീസ് ഇലക്ട്രോൺസ് ആർ received by or accepted by electron acceptors. Different types of electron acceptors include cytochromes, ferredoxin, ഇങ്ങനെ different types of electron acceptors ഉണ്ടാകാം. അതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നോക്കുക. ലൈറ്റ് റിയാക്ഷൻ്റെ 2 ചെയ്ത് ഫോക്കസ് പോയിന്റുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നോക്കുക. ഫസ്റ്റ് വൺ, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെന്റ് മോളിക്യൂൾസ് ആണ്. ആദ്യം അബ്സോർബ് ചെയ്യുന്ന ആന്റിന മോളിക്യൂൾസ് ആണ്. ഇവരെന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റായിട്ട് ഫോട്ടോസിന്തസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഈ ആന്റിന മോളിക്യൂൾസ് അവർ അബ്സോർബ് ചെയ്ത എനർജി, ലൈറ്റ് എനർജിയെ നൈബറിംഗ് മോളിക്യൂൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫസ്റ്റ് അബ്സോർബ് ചെയ്യുന്ന ആന്റിന മോളിക്യൂൾസ് ആണ്. ആന്റിന മോളിക്യൂൾസ് ആ എനർജി കോർ മോളിക്യൂൾസിലെത്തുന്നു. കോർ മോളിക്യൂൾസ് ആ എനർജി കംപ്ലീറ്റ് എവിടെ? റിയാക്ഷൻ സെൻറ്ററിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് മോളിക്യൂൾസ് അബ്സോർബ് ലൈറ്റ് എനർജി, transfer its energy to neighboring molecules and finally focus to reaction center. Reaction center is PS1. PS1 is a chlorophyll A molecule. By absorbing this high potential energy, PS1 get oxidized and release electrons. These electrons are accepted by an unknown electron acceptor. So cyclic photophosphorylation primary electron acceptor is unknown electron acceptor from X, unknown electron acceptor. These electrons travel through different types of electron acceptors and finally reach to PS1. അതുകൊണ്ടാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദിസ് സൈക്ലിക് പാത്വേ ATP ഈസ് ഫോംഡ് ഫ്രം ADP ബൈ ദ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ്.
So from unknown electron acceptor, electrons travel to ferredoxin. It's a type of electron acceptor. From ferredoxin, it goes to cytochrome B6, cytochrome F, plastocyanin, and finally reach back to PS1. സൈറ്റോക്രോംസിനും സൈറ്റോക്രോം എഫിനും സൈറ്റോക്രോം B6നും സൈറ്റോക്രോം എഫിനും ഇടയിൽ വെച്ച് അവിടെ ATP ഫോർമേഷൻ നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കാൾഡ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ADP പ്ലസ് P ആണ് ATP എന്ന് പറയുന്നത്. ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നു ADPയോടൊപ്പം, അങ്ങനെ അത് ATP ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ATP ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് സൈക്ലിക് മാനറിലാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സിംഗിൾ റിയാക്ട് സെന്റർ. ഇറ്റ് ഈസ് PS1. അപ്പോൾ PS1ൽ തുടങ്ങി തിരിച്ച് ഇലക്ട്രോൺസ് എവിടെ തന്നെ PS1ലേക്ക് തന്നെ തിരിച്ചെത്തുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് കാൾഡ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ATP ആണ്. നമ്മൾ പറഞ്ഞു 2 മോളിക്യൂൾസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ ATP, സെക്കൻഡ് ഈസ് NADPH2. NADP എന്താണെന്ന് പറഞ്ഞാൽ നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയേറ്റഡ് ഫോസ്ഫേറ്റ്. ഇതിന്റെ ഫോർമേഷൻ നടക്കുന്നത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ്. അപ്പോൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് ATP. അപ്പോൾ അവിടെ ലൈറ്റിന്റെ പ്രസൻസിൽ ATP ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് സൈക്ലിക് മാനറിലാണ്. സോ ഇറ്റ് ഈസ് കാൾഡ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇതിനാണ് ലൈറ്റ് റിയാക്ഷന്റെ ഫസ്റ്റ് ഫേസ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ്. അവിടുത്തെ റിയാക്ഷൻ സെൻറ്റർ PS1, P700 ആണ്. അവിടെ ഫോം ചെയ്ത പ്രോഡക്റ്റ് ATP ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ഈസ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇലക്ട്രോൺസ് ആർ ട്രാവൽ ഇൻ എ നോൺ സൈക്ലിക് മാനർ. സോ ഇറ്റ് ഈസ് കാൾഡ് നോൺ സൈക്ലിക്. പിന്നെ ATP ഫോർമേഷൻ നടക്കുന്നുണ്ട് ലൈറ്റിന്റെ പ്രസൻസിൽ. സോ ഫോട്ടോഫോസ്ഫോറിലേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഇലക്ട്രോൺസ് ആർ ട്രാവലിംഗ് ഇൻ എ നോൺ സൈക്ലിക് മാനർ. ഇവിടെ 2 റിയാക്ട് സെൻറ്റേഴ്സ് കാണാം, PS1 ആൻഡ് PS2 കാണാം. പക്ഷേ ഇവിടുത്തെ മെയിൻ റിയാക്ട് സെൻറ്റർ എന്ന് പറഞ്ഞാൽ PS2 ആണ്. ഏതാണത്? P680 ആണ്. നമുക്ക് 2 റിയാക്ട് സെൻറ്റേഴ്സ് കാണാം. ഫസ്റ്റ് ഒന്ന് നോക്കുക, PS2ലുള്ള P680 ഈസ് ദ റിയാക്ഷൻ സെൻറ്റർ. അപ്പോൾ അവിടെയും ലൈറ്റ് ഹാർവെസ്റ്റിംഗ് മോളിക്യൂൾസ് ഉണ്ട്, കോർ മോളിക്യൂൾസ് ആൻഡ് ആൻറ്റിന മോളിക്യൂൾസ്. ആൻറ്റിന മോളിക്യൂൾസ് അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ്സ് എനർജി ടു കോർ മോളിക്യൂൾസ്. അത് എനർജി ആർക്ക് കൊടുക്കുന്നു? റിയാക്ട് സെൻറ്ററിലേക്ക് എത്തിക്കുന്നു. റിയാക്ട് സെൻറ്റർ ഈസ് PS2 P680. ഓക്കെ, അപ്പോൾ ഹൈ എനർജി ഇലക്ട്രോൺ, ഹൈ എനർജിയാണ് അവിടെ കിട്ടുന്ന PS2ൽ. ഇറ്റ് ഗെറ്റ്സ് എക്സൈറ്റഡ് ആൻഡ് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബൈ ഒബ്റ്റെയിനിങ് ദീസ് ഹൈ പൊട്ടൻഷ്യൽ എനർജി, PS2 ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ഇറ്റ്. ദീസ് ഇലക്ട്രോൺസ് are first accepted by pheophytin. PS2ലുള്ള primary electron acceptor is called pheophytin. Okay, from pheophytin these electrons travel towards PS1 through these electron acceptors. ഏതൊക്കെയാണ്? സൈറ്റോക്രോം B6, സൈറ്റോക്രോം F, പ്ലാസ്റ്റോസയാനിൻ. അപ്പോൾ PS2ൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് PS1ലേക്കാണ് പോവുക. അപ്പോൾ അത് നോൺ സൈക്ലിക് മാനറായി. ഇവിടെ എന്താണ്? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് മോളിക്യൂൾസ് ഇൻക്ലൂഡിംഗ് ആന്റിന മോളിക്യൂൾസ് ആൻഡ് കോർ മോളിക്യൂൾസ് അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ്സ് എനർജി ടു PS2. PS2 ഗെറ്റ്സ് എക്സൈറ്റഡ് ആൻഡ് emits electrons. These electrons are accepted by primary electron acceptor pheophytin. From pheophytin, these electrons go to cytochrome B6, cytochrome F, plastocyanin and reach PS1. നോക്കുക, ഡ്യൂറിങ് ദിസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഇവിടെ ATP ഫോർമേഷൻ നടക്കുന്നുണ്ട്. ADPയുടെ കൂടെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ATP ഫോം ചെയ്തു. അപ്പം നോൺ സൈക്ലിക്കിലും ATP ഫോം ചെയ്യുന്നുണ്ട്, സൈക്ലിക്കിലും ATP ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഈ PS1ൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയും ലൈറ്റ് ഹാർവെസ്റ്റിംഗ് മോളിക്യൂൾസ് ഉണ്ട്, ആൻറ്റിന ആൻഡ് കോർ മോളിക്യൂൾസ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എനർജി ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്, കൂടെ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് കിട്ടുന്നുണ്ട്. അങ്ങനെ PS1 എക്സൈറ്റ് ചെയ്തു, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. അത് ഓക്സിഡൈസ് ആയി ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ദീസ് ഇലക്ട്രോൺസ് ആർ അക്സെപ്റ്റഡ് ബൈ അൺനോൺ ഇലക്ട്രോൺ അക്സെപ്റ്റർ X. ഫ്രം X, ഇലക്ട്രോൺസ് ആർ അക്സെപ്റ്റഡ് ബൈ ഫെറഡോക്സിൻ and from ferredoxin it reached to NADP. NADP is a strong reducing agent. Its expansion is nicotinamide adenine dinucleotide phosphate, NADPയിലേക്ക് എത്തി. ഓക്കെ, ഈ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ എന്ത് നടക്കുന്നുണ്ട്? ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കുന്നുണ്ട്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഫോക്കസ് പോയിന്റിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അത്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. നമുക്കറിയാം സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഈസ് കാൾഡ് ഫോട്ടോലിസിസ്. ഫോട്ടോ മീൻസ് ലൈറ്റ്, ലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ. ലൈറ്റിൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നു വാട്ടറിന്. പറയാം പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ
ലൈറ്റിൻ്റെ പ്രസൻസിൽ മീൻസ് ഡ്യൂറിങ് ലൈറ്റ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഡൗൺ ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുണ്ടാകുന്ന ഓക്സിജനാണ് പ്ലാന്റ്സ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ പ്രോഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്നത് ആ ഓക്സിജനാണ്. പിന്നെ ഹൈഡ്രജനാണ് ഇത് ഇവിടെ NADP-യിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു, H2O break down in the presence of light to form H plus and OH minus. H plus and OH minus. This H plus is added to NADP and form the energy molecule NADPH2. അപ്പോൾ ഫോട്ടോളിസിസിൻ്റെ റിസൾട്ടായിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടുള്ള ഏതാണ്, H+ ആണ് ഇവിടെ വന്നിട്ട് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുക, NADP ആയിട്ട് കമ്പൈൻ ചെയ്യുക. അങ്ങനെ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് NADPH2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. പിന്നെ ഇവിടെ നോക്കുക, OH- ഉണ്ട്. ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് PS2-ൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ലോസ് ഉണ്ടായി. ആ ഇലക്ട്രോൺ ലോസ് കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെയാണ് ഫോട്ടോളിസിസ് എന്ന് പറയുന്നത്. ആ 2 ഇലക്ട്രോൺസ് ആർക്ക് കിട്ടുന്നുണ്ട്, PS2-ലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് നോൺ സൈക്ലിക് മാനറിലാണ്. PS1-ൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് പോയത് NADP-യിലേക്കാണ് ഫൈനലി. PS2-ൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് PS1-ലേക്കും പോയി. അപ്പോൾ ഇലക്ട്രോൺസ് ആർ ട്രാവലിംഗ് ഇൻ എ നോൺ സൈക്ലിക് മാനർ. അതോടൊപ്പം എന്ത് നടക്കുന്നു, ഫോർമേഷൻ ഓഫ് ATP നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 പ്രോഡക്ട്സ് ആണുള്ളത്, ATP ആൻഡ് NADPH2. ഇങ്ങനെ 2 പ്രോഡക്ട്സാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലെ മെയിൻ റിയാക്ഷൻറീസ് PS2, ദാറ്റ്സ് P680. പിന്നെ ഒരു PS1-ഉം അവിടെ ഉണ്ട്, P700 ഉണ്ട്. PS2-ൽ എന്താണ്, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് മോളിക്യൂൾസ് ലൈറ്റ് അബ്സോർബ് ചെയ്ത് പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് PS2-ന് കൊടുക്കുന്നു. PS2 എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നു. അത് ഫിയോഫൈറ്റ് എന്ന ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ എത്തുന്നു. ഫ്രം ഫിയോഫൈറ്റിൻ സൈറ്റോക്രോം B6, സൈറ്റോക്രോം F, പ്ലാസ്റ്റോസൈനിൻ ആൻഡ് ഫൈനലി റീച്ച് ടു PS1. അവിടെ ATP ഫോർമേഷൻ നടക്കുന്നുണ്ട് ഡ്യൂറിങ് ദിസ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഫ്രം PS1 ഇലക്ട്രോൺസ് ആർ ട്രാവലിംഗ് ത്രൂ അൺനോൺ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഫെറഡോക്സിൻ NADP. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദ പ്രോസസ് ഇസ് കാൾഡ് ഫോട്ടോളിസിസ്, ബ്രേക്ക് ഡൗൺ ഓർ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ പ്ലാന്റ്സിനുള്ള ഹൈഡ്രജൻ ഡോണർ ഈസ് വാട്ടർ ആൻഡ് ഓക്സിജൻ ഡോണർ ഈസ് വാട്ടർ. ഓക്സിജൻ ആൻഡ് വാട്ടർ ഡൊണേറ്റ് ചെയ്യുന്നത് വാട്ടറാണ്. ആ വാട്ടർ അങ്ങനെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഏത് പ്രോസസ്സ് നടക്കണം, ഫോട്ടോളിസിസ് എന്ന പ്രോസസ്സ് നടക്കണം. ലൈറ്റിൻ്റെ പ്രസൻസിൽ ലൈറ്റ് റിയാക്ഷനിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറുന്നു. ആ അങ്ങനെ റിലീസ് ചെയ്തുണ്ടായ H+ ആണ് NADP-ആയിട്ട് ആഡ് ചെയ്ത് NADPH2 എന്ന എനർജി മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. പിന്നെ OH- ഉണ്ട്. നമുക്കറിയാം വാട്ടർ വേപ്പർ റിലീസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് ഫലമായിട്ട് വാട്ടർ വേപ്പർ റിലീസ് ചെയ്യുന്നുണ്ട്. ബൈ പ്രോഡക്റ്റായിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട ആ ഇലക്ട്രോൺസിൻ്റെ ലോസ്, ആ ഇലക്ട്രോൺ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാനും ഇതിന് കഴിയും. 2 ഇലക്ട്രോൺസ് ആർ ഗെയിൻഡ് ബൈ PS2. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇവിടെ 2 പ്രോഡക്ട്സ് ആണുള്ളത്, ATP ആൻഡ് NADPH2. സർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ആണ്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നമുക്കറിയാം, ഫോട്ടോസിന്തസിൻ്റെ സമയത്തും റെസ്പിറേഷൻ്റെ സമയത്തും ATP ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ATP ഈസ് ഫോംഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് സെൽസിന് വേണ്ടുന്ന എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുക. ആ ATP സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ATP സിന്തസിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഇത് ഫോട്ടോസിന്തസിലും റെസ്പിറേഷനായാലും സിമിലർ ആണ്. ഫോട്ടോസിന്തസിലും റെസ്പിറേഷനിലും സിമിലർ ആണ് ഇത് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. സോ ഈ കാര്യം നമ്മൾ റെസ്പിറേഷൻ എന്ന ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ATP സിന്തസിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പ്രപ്പോസ്ഡ് ബൈ പീറ്റർ മിച്ചൽ. പീറ്റർ മിച്ചൽ എന്ന സയൻറ്റിസ്റ്റാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, എന്താണ് നോക്കുക, റിയാക്ഷൻ എന്താണെന്ന് നോക്കുക. നമുക്കറിയാം പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയ ഇസ് ദി പവർ ഹൗസ് ഓഫ് ദ സെൽ. കാരണം റെസ്പിറേഷൻ്റെ 2 സ്റ്റെപ്സ് ഏതൊക്കെയാണ്, ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ്സ് സൈക്കിൾ. അതിൽ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലും ക്രബ്സ് സൈക്കിൾ നടക്കുന്നത് എവിടെയാണ്, മൈറ്റോകോൺട്രിയയിലും വെച്ചിട്ടാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ക്രബ്സ് സൈക്കിൾ നടക്കുന്ന മൈറ്റോകോൺട്രിയൽ, അത് ക്രബ്സ് സൈക്കിൾ നടന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് നടക്കുക, ATP ഫോർമേഷൻ നടക്കുക. അവിടെ ഫോർമേഷൻ ഓഫ് ATP ഈസ് കാൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ്സ് സൈക്കിൾ നടന്നു കഴിഞ്ഞാൽ റെസ്പിറേഷനിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ടെർമിനൽ ഓക്സിഡേഷനാണ്. ടെർമിനൽ ഓക്സിഡേഷനിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ ETS ആണ്. അവിടെ ഇലക്ട്രോൺസ് കുറേ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ സൈക്ലിക്കായിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് ETS-ൽ പറയുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ATP ആണ്. ദറ്റ് ഈസ് കാൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ.
ഓക്കെ, അപ്പോൾ ആ ATP ഫോർമേഷനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അത് മൈറ്റോകോൺട്രിയാണത്. മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകം നമുക്കറിയാം, ഇറ്റ്സ് ബൗണ്ട് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ഇൻ ബിറ്റ്വീൻ ദ മെംബ്രെയിൻസ് ദർ ഇസ് എ സ്പേസ് കാൾഡ് പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ്. നേരത്തെ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൽ പെരി പ്ലാസ്റ്റഡൽ സ്പേസ് പറഞ്ഞു, അതിലിവിടെ ഉള്ളത് പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ്. ഇറ്റ് ഈസ് ഫിൽഡ് ബൈ എ ഫ്ലൂയിഡ് കാൾഡ് പെരി മൈറ്റോകോൺട്രിയൽ ഫ്ലൂയിഡ് എന്നും പറയാം. പിന്നെ വിത്തിൻ ദി മൈറ്റോകോൺട്രിയ ദർ ഇസ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കോൾഡ് എന്താണ്, മാട്രിക്സ്. ക്ലോറോപ്ലാസ്റ്റിലുള്ളത് സ്ട്രോമ, മൈറ്റോകോൺട്രിയയിൽ കാണുന്നത് മാട്രിക്സ് ആണ്, ഓർത്തു വെക്കുക. ഇവിടെ തന്നെ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് നോക്കുക. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ ചില ഇൻഫോൾഡിങ്സ് കാണാം, അകത്തേക്ക് ചില ഉൾമടക്കുകൾ, ഇൻഫോൾഡിങ്സ് കാണാം. ദീസ് ഇൻഫോൾഡിങ്സ് ആർ കാൾഡ് ക്രിസ്റ്റേ. ദീസ് ഇൻഫോൾഡിങ്സ് ആർ കാൾഡ് ക്രിസ്റ്റ ഓർ പ്ലൂറൽ ക്രിസ്റ്റേ. ഈ ഇൻഫോൾഡിങ്സിൽ ചില ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. ദീസ് ഗ്രാനുൾസ് ആർ കാൾഡ് ഓക്സിസോംസ്. ഇപ്പോൾ ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് അറ്റാച്ച് ടു ക്രിസ്റ്റേ ആർ കാൾഡ് ഓക്സിസോംസ്. ഇത് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറാണ്. ആ മൈറ്റോകോൺട്രിയ ആർ ബൗണ്ട് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ, ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ സ്പേസ് കാൾഡ് പെരിമൈറ്റോകോൺട്രിയൽ സ്പേസ്. Inner mitochondrial membrane has certain infoldings called crista or cristae. ആ ക്രിസ്റ്റയിൽ ചില ഗ്രാനുൾസ് ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇറ്റ്സ് ആക്ച്വലി എ ടെന്നീസ് റാക്കറ്റ് ഷേപ്പ് സ്ട്രക്ചർ. ഇതാണ് ഓക്സിസോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ഈ ഭാഗത്തെ ഹെഡ് പീസ് ഓർ F1 പാർട്ടിക്കിൾ എന്ന് പറയാം. ഹെഡ് പീസ് ഓർ F1 പാർട്ടിക്കിൾ എന്ന് പറയാം. പിന്നുള്ളത് ബേസ് ഓർ F0 പാർട്ടിക്കിൾ എന്നും പറയാം. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് F0 F1 പാർട്ടിക്കിൾ എന്നും പറയാം. ഇതിൽ ഹെഡ് പീസ് ഓർ F1 മാത്രമാണ് എവിടെ കാണുക, മാട്രിക്സിൽ കാണുക. ബാക്കി അതിൻ്റെ സ്റ്റോക്കും പിന്നെ അതിൻ്റെ ബേസും എല്ലാം കാണുന്നത് സ്പേസിലാണ്, ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലാണ് കാണുക. ഓക്കെ, ഇതാണ് മൈറ്റോകോൺട്രിയൽ സ്ട്രക്ചർ. ഇനി ആ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നോക്കുക, എന്താണ് നോക്കുക, ഡ്യൂറിങ് ATP ഫോർമേഷൻ എന്താ നടക്കുക നോക്കുക. നമുക്കറിയാം ക്രബ് സൈക്കിൾ നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രോഡക്ട്സ് ആണ്, ഒന്ന് NADH2 ആൻഡ് FADH2. NAD is nicotinamide adenine dinucleotide and FAD is flavin adenine dinucleotide. Flavin adenine dinucleotide is FAD. ഓക്കെ, അപ്പോൾ രണ്ട് എനർജി മോളിക്യൂൾസ് ആണ്. അത് റിഡക്ഷൻ കൂടെ നടക്കുമ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ NADH2 ആൻഡ് FADH2 ആയിട്ട് മാറുന്നു. ദീസ് ആർ ദ ടു മോളിക്യൂൾസ്, NADH2 ആൻഡ് FADH2. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് നോക്കുക. ഈ NADH2 FADH2 ATP ഫോർമേഷൻ സമയത്ത് ഓരോ NADH2 FADH2 ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട്. നോക്കുക, ഡ്യൂറിങ് ഓക്സിഡേഷൻ ഓഫ് 1 molecule of NADH2 ഫ്രം ഈച്ച് NADH molecule 3 proton pairs are emitted. നോക്കുക, അവിടെ ഉള്ളത് NADH2 ആണ്. ഓരോ NADH2 മോളിക്യൂൾസും 3 പ്രോട്ടോൺ പെയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നു. എങ്ങോട്ടാണ്? ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക്. ഇത് ഇവിടേക്ക് ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് 3 പ്രോട്ടോൺ പെയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നു ഓരോ NADH2-ൽ നിന്നും. ഇത് ഈ ഇന്നർ മെംബ്രെയിനിലൂടെ എവിടേക്ക് പോകുന്നു? സ്പേസിലേക്ക് പോകുന്നു. മെംബ്രെയിൻ്റെ ഏത് ഭാഗത്തൂടെ വേണമെങ്കിലും ഈ പ്രോട്ടോൺസ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഡ്യൂറിങ് ഓക്സിഡേഷൻ ഓഫ് 1 molecule of NADH2 3 proton pairs are emitted to inner membrane space. ഇത് NADH2ൻ്റെ കാര്യം. ഇന്ന് നോക്കുക, ഓരോ FADH2-ഉം ഇന്നടുത്ത് FADH2 ഉണ്ടല്ലോ, ഓരോ FADH2-ഉം 2 pairs of പ്രോട്ടോൺസിനെ റിലീസ് ചെയ്യുന്നു. 2 pairs of പ്രോട്ടോൺസിനെയും റിലീസ് ചെയ്യുന്നു ഇൻറ്റു ദി ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. അപ്പോൾ NADH2-ഉം FADH2-ഉം പ്രോട്ടോൺസിനെ റിലീസ് ചെയ്യുന്നു. എങ്ങോട്ടാണ്? ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക്. അത് ഈ സ്പേസിലേക്ക് പോകുന്നത് മെംബ്രെയിനിലൂടെയാണ് പോകുന്നത്. ഇന്നർ മെംബ്രെയിനിൽ ഏത് ഭാഗത്തൂടെ ആണെങ്കിലും അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ഡ്യൂറിങ് ഓക്സിഡേഷൻ ഈച്ച് മോളിക്യൂൾ ഓഫ് NADH2 റിലീസ് 3 proton pairs and each FADH2 molecules release 2 proton pairs into the intermembrane space of mitochondria. അപ്പോൾ എന്ത് സംഭവിച്ചു? കമ്പയർഡ് ടു ദിസ് മാട്രിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. മെംബ്രെയിന് ഉൾഭാഗത്ത് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. ദിസ് ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ അക്രോസ് എ മെംബ്രെയിൻ ഈസ് കാൾഡ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഓരോ NADH2-ൽ നിന്നും 3 പ്രോട്ടോൺ പെയേഴ്സും ഓരോ FADH2-ൽ നിന്നും 2 പ്രോട്ടോൺ പെയേഴ്സും റിലീസ് ചെയ്യുന്നു ഫ്രം മാട്രിക്സ് ടു ദി സ്പേസ്. ആസ് എ റിസൾട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് വിത്തിൻ ദി
സ്പേസ്, ഇന്റർമെംബ്രെയിൻ സ്പേസ് കമ്പയർഡ് ടു ദിസ് മാട്രിക്സ്. അപ്പോൾ നോക്കുക, അവിടെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ പ്രോട്ടോൺസ് തിരിച്ചു വരാനായിട്ട് നോക്കും. അപ്പോൾ അവിടെ ഒരു പ്രോട്ടോൺ, ദിസ് ഡിഫറൻസ് ഇൻ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇസ് കാൾഡ് പ്രോട്ടോൺ ഗ്രേഡിയന്റ്. Due to this proton gradient, an electrochemical potential difference occurs across the membrane. An electrochemical potential difference occurs across the intermitochondrial membrane. അപ്പോൾ നമുക്ക് അത് തിരിച്ച് ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ പ്രോട്ടോൺസിനെ തിരിച്ച് എങ്ങോട്ട് മാട്രിക്സിലേക്ക് പുഷ് ചെയ്യുന്നു. ആര്? അത് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു കാര്യം, അങ്ങോട്ട് പോയി നോക്കുക, NADH2 ആൻഡ് FADH2 റിലീസ് ചെയ്യുന്ന പ്രോട്ടോൺസ് മെംബ്രെയിൻസിലൂടെ ഏത് ഭാഗത്തൂടെ ആണെങ്കിലും അകത്തേക്ക് പോകാം. പക്ഷെ തിരിച്ച് മെംബ്രെയിൻസിലൂടെ തിരികെ പ്രോട്ടോൺസിന് വരാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഇംപെർവിയസ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺസിനെ തിരിച്ച് മാട്രിക്സിലേക്ക് റിലീസ് ചെയ്യുന്നില്ല ഈ മെംബ്രെയിൻ എന്ന് പറയും. ഇംപെർമിബിൾ ആണ്, അകത്ത് തന്നെ നിൽക്കുന്നു. പിന്നെ വരാൻ കഴിയുന്ന ഒരേ ഒരു പാത്വേ, ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിസോമാണ്. ഓക്സിസോമിലൂടെ മാത്രമേ പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. അതായത് ഈ സ്പേസിൽ നിന്ന് എന്തിലൂടെ, ഇങ്ങനെ ഓക്സിസോമിലൂടെ മാത്രമേ പ്രോട്ടോൺസിന് മാട്രിക്സിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. സോ ഇറ്റ് ഈസ് കാൾഡ് പ്രോട്ടോൺ ചാനൽ എന്ന് പറയാം. അപ്പോൾ ഓക്സിസോമിന് എന്ത് പറയാം? പ്രോട്ടോൺ ചാനൽ എന്ന് പറയാം. ഫ്രം ബേസ് F0 ടു F1 വരികയാണ്. പറയാം F1 ഓർ ഹെഡ് പീസ് ഹാസ് an enzyme called ATP synthase. This ATP synthase helps in ATP synthesis. അപ്പോൾ ATP synthesis സഹായിക്കുന്ന എൻസൈം ഏതാണ്? ATP synthase ആണ്. ഓക്കെ, അങ്ങനെ പ്രോട്ടോൺസ് എവിടെ എത്തുന്നു? ഇതിലൂടെ വരും. ഇങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ എന്ത് നടക്കുക? ATP സിന്തസിസ് നടക്കുക. ATP സിന്തസിസ് നടക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഇത് തിരിച്ച് ഏതിലേക്ക് വരാൻ കഴിയില്ല? നോക്കുക, ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് F0 സ്റ്റോക്കിലൂടെ F1 ഇപ്പുറത്തേക്ക് വരികയാണ്. ഇപ്പുറത്തേക്ക് മീൻസ് മാട്രിക്സിലേക്ക് വരികയാണ്. ഈ ഭാഗം മാട്രിക്സ് ആണ്. ഇത് എന്താണ്? ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ്. അപ്പോൾ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്നും പ്രോട്ടോൺസ് എവിടേക്ക് വരികയാണ്? മാട്രിക്സിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് സോ ഇറ്റ് ഈസ് കാൾഡ് പ്രോട്ടോൺ ചാനൽ. ഡ്യൂറിംഗ് ദിസ് പാത്വേ അവിടെ എന്ത് നടക്കുന്നു? ADP കമ്പൈൻസ് വിത്ത് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ടു ഫോം ATP. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ATP ആണ്. ATP ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഈ ATP ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് എന്ത് പറയുക? കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അപ്പോൾ ATP സിന്തസിസ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് പ്രൊപ്പോസ്ഡ് ബൈ പീറ്റർ മിച്ചൽ. വാട്ട് ഈസ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് നോക്കുക, ഒന്നുകൂടെ നോക്കുക. അതിന് മുമ്പായിട്ട് ആ മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ ഒന്നുകൂടെ നോക്കുക. മൈറ്റോകോൺട്രിയ ഹാസ് എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. ബിറ്റ്വീൻ ദ മെംബ്രെയിൻസ് ദെയർ ഇസ് എ സ്പേസ് കാൾഡ് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. അവിടെ ഇന്നർ മെംബ്രെയിനിൽ അകത്തേക്ക് ചില ഇൻഫോൾഡിങ്സ് കാണാം. ദീസ് ഇൻഫോൾഡിങ്സ് ആർ കാൾഡ് ക്രിസ്റ്റേ. ക്രിസ്റ്റയിലും ഇന്നർ മെംബ്രെയിനിലൊക്കെ അറ്റാച്ച് ചെയ്ത് കാണുന്ന ഗ്രാനുൾസ് ആർ കാൾഡ് ഓക്സിസോം. ആക്ച്വലി ഓക്സിസോംസിന് എത്ര സ്ട്രക്ചേഴ്സ് ഉണ്ട്? F0 F1 പാർട്ടിക്കിൾ എന്നിവിടെ പറയാം. പിന്നെ ഇടയ്ക്കൊരു സ്റ്റോക്ക് കാണും. ഈ ഹെഡ് പീസിലാണ് ATP സിന്തേസ് എന്ന എൻസൈം കാണുന്നതും ATP സിന്തസ് നടക്കുന്നതും ബൈ ദി കോമ്പിനേഷൻ ഓഫ് ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ഓക്കെ, നോക്കാം തിയറി. ഡ്യൂറിംഗ് ഓക്സിഡേഷൻ one molecule of NADH2 releases 3 proton pairs into the intermembrane space. ഓരോ NADH2 നിന്നും 3 proton pairs റിലീസ് ചെയ്യുന്നു into the space. And each FADH2 releases 2 proton pairs. Into the space. Okay. അപ്പോൾ ഓരോ NADH2 3 proton pairs-ഉം ഓരോ FADH2 2 proton pairs-ഉം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റുന്നു? അവിടെ ഒരു പ്രോട്ടോൺ കോൺസെൻട്രേഷൻ വ്യത്യാസം വരുന്നു അല്ലേ? ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നു. കമ്പയർഡ് ടു ദ മാട്രിക്സ് ഇവിടെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ഇൻ ദി സ്പേസ്. അപ്പോൾ അതാണ് പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ഇൻ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ അക്രോസ് എ മെംബ്രെയിൻ ഈസ് കാൾഡ് പ്രോട്ടോൺ ഗ്രേഡിയൻ്റ്. As a result of this proton gradient, an electrochemical potential difference occurs across the membrane. അപ്പോൾ അത് പ്രോട്ടോൺസിനെ തിരികെ പുഷ് ചെയ്യുന്നു എങ്ങോട്ട്? മാട്രിക്സിലേക്ക്. പക്ഷേ അങ്ങോട്ട് പോയതുപോലെ ഈസി ആയിട്ട് പ്രോട്ടോൺസിനെ തിരികെ വരാൻ കഴിയില്ല. വരാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം, ഒരേ ഒരു പാത്വേ എന്ന് പറയുന്നത് ഓക്സിസോമാണ്. അപ്പോൾ ഓക്സിസോമിലെ F0 എല്ലാം സ്പേസിലാണ് കാണുക.
F0 സ്റ്റോക്കിലൂടെ F1 വരികയാണ്. ഡ്യൂറിങ് ദിസ് പാത്വേ ADP combines with inorganic phosphate to form ATP. So it is phosphorylation. Head piece കാണുന്ന enzyme ATP synthase ആണ്. With the help of this enzyme ADP combines with inorganic phosphate to form ATP. അപ്പോൾ ഇതാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുക, ATP synthesis explain ചെയ്യുക. It is similar in photosynthesis and respiration. So photosynthesis ചാപ്റ്ററിലും റെസ്പിറേഷനിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ATP synthesis can be explained by kemi osmotic hypothesis. ഫോക്കസ് പോയിന്റ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളിപ്പോൾ പറഞ്ഞ ലൈറ്റ് റിയാക്ഷൻ പറഞ്ഞു. ലൈറ്റ് റിയാക്ഷനിലെ 2 സ്റ്റേജസ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അവിടെയെങ്ങും കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷനെ കുറിച്ച് പറഞ്ഞില്ല. കാരണം അവിടെ നടക്കുന്ന ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് മാത്രമാണ്. ഡാർക്ക് റിയാക്ഷനിലാണ് എന്ത് അബ്സോർബ് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് റുബിലോസ് ബൈഫോസ്ഫേറ്റ് ആണ്. റുബിലോസ് ബൈഫോസ്ഫേറ്റ് ഈസ് ദി primary acceptor of carbon dioxide during photosynthesis. This ribulose biphosphate or REBP is a 5-carbon compound. REBP എന്ന 5-carbon compound ആണ് പ്ലാന്റ്സിൽ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത്. ഈ REBP തന്നെ ഓക്സിജൻ അക്സെപ്റ്ററായിട്ട് മാറാറുണ്ട്. ഇപ്പോൾ ഫോട്ടോ റെസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നതും ആര് തന്നെയാണ്, REBP ആണ്. അപ്പോൾ REBP ഈസ് ദി ഓക്സിജൻ അക്സെപ്റ്റർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. REBP ഈ ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത് റുബിസ്കോ എന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ്. റുബിസ്കോ. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് അക്സെപ്റ്റഡ് ബൈ REBP ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം റുബിസ്കോ. Absorption of carbon dioxide is called carboxylation. Absorption of carbon dioxide is called carboxylation. REBPയുടെ എക്സ്പാൻഷൻ നമുക്കറിയാം റുബിലോസ് ബൈഫോസ്ഫേറ്റ്. ആ രണ്ടും കൂടി ചേർത്തിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നത് റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് പ്രോസസ്. അബ്സോർപ്ഷൻ ഇസ് കാൾഡ് കാർബോക്സിലേഷൻ. സോ ഇറ്റ് ഈസ് കാർബോക്സിലേസ്. റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസിൻ്റെ ഒരു അബ്രിവിയേഷനാണ് ഇത് റുബിസ്കോ എന്ന് പറയുന്നത്. അപ്പോൾ റുബിസ്കോ ഈസ് ദി റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ്. ഇറ്റ് ആക്ട്സ് ആസ് ഓക്സിജൻ അക്സെപ്റ്റർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഇനി അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ ഈസ് കാൾഡ് ഓക്സിജനേഷൻ. അതിന് സഹായിക്കുന്ന റുബിസ്കോ എന്ന എൻസൈം തന്നെയാണ്. അപ്പോൾ പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന REBP ഓർത്ത് വെക്കുക. ഇറ്റ്സ് എ 5-carbon കോമ്പൗണ്ട്. അത്രയുള്ള ചെറിയൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വൺ ഫോക്കസ് പോയിന്റിൽ അടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ കാൽവിൻ സൈക്കിളാണ്. കാൽവിൻ സൈക്കിൾ ഓർ എന്താ പറയാം, പല പേരുകളിൽ പറയാം. C3 പാത്വേ, C3 സൈക്കിൾ, ഡാർക്ക് റിയാക്ഷൻ എല്ലാം സെയിം പ്രോസസ്സാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കാൽവിൻ സൈക്കിൾ. നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഫോട്ടോസിന്തസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഫോട്ടോസിന്തസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ ഹാസ് 2 sub-stages, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക്കിൽ അവിടെ ഒരു പ്രോഡക്റ്റ് എനർജി മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്തു ATP. നോൺ സൈക്ലിക്കിലും 2 എനർജി മോളിക്യൂൾസ് ATP ആൻഡ് NADPH2. അപ്പോൾ ഇത്രയും എനർജി മോളിക്യൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്ന നെക്സ്റ്റ് സ്റ്റേജ് ആണ്, ഫൈനൽ സ്റ്റേജ് ആണ് ഇത് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്റ്റേജാണ് കാൽവിൻ സൈക്കിൾ. അങ്ങനെ ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ട് കാൽവിൻ സൈക്കിൾ ഈസ് ആൾസോ കാൾഡ് ബയോസിന്തറ്റിക് ഫേസ് എന്നും പറയാം. അപ്പോൾ കാൽവിൻ സൈക്കിൾ ഈസ് ആൾസോ കാൾഡ് ബയോസിന്തറ്റിക് ഫേസ്. ഡാർക്ക് റിയാക്ഷന് കാൽവിൻ സൈക്കിൾ എന്ന് പേരിട്ടുള്ള കാരണം എന്താണെന്ന് നോക്കാം. എന്തായാലും നമുക്ക് ആ പോയിന്റ്സ് ഒക്കെ നോക്കാം. അപ്പോൾ കാൽവിൻ സൈക്കിൾ ഓർ ഡാർക്ക് റിയാക്ഷൻ, ഇറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ്. കാൽവിൻ സൈക്കിൾ ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇവിടെ ലൈറ്റ് ഈസ് നോട്ട് നെസസറി. സോ ഇറ്റ് ഈസ് കാൾഡ് ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫേസ്. നമ്മൾ പഠിച്ചു ഫോട്ടോസിന്തസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുമ്പോഴത്തേക്ക് ലൈറ്റ് ഒരു എസെൻഷ്യൽ ഫാക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിൽ തന്നെ നമുക്കറിയാം കണ്ടിന്യൂസ് ലൈറ്റ് അല്ല പ്ലാന്റ്സിന് ആവശ്യം. പിന്നെ എന്താണ്? ഫ്ലാഷിംഗ് ലൈറ്റാണ്. ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞു വരുന്ന ലൈറ്റ്സാണ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ഇത് അബ്സോർപ്ഷൻ വേണ്ട, ഇവിടെ ലൈറ്റ് വേണ്ടാത്തതുകൊണ്ട് എന്ത് പേര് പറയാം? ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫേസ് എന്ന് പറയാം. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ പോയിന്റ്സ് നോക്കുക. കാൽവിൻ സൈക്കിൾ ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇറ്റ് ഈസ് എ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫേസ്, ടേക്സ് പ്ലേസ് ഇൻ ദി സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. പിന്നെ പറഞ്ഞ് ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് എന്ത് പേരോട് പറയാം? ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയാം. ബയോസിന്തറ്റിക് ഫേസ് എന്നറിയപ്പെടുന്നതും ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ ഇസ് കാൾഡ് ഫോട്ടോ കെമിക്കൽ ഫേസ്. ഇവിടെയാണ് REBP എന്ന കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്തിനെ അബ്സോർബ് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ആൾസോ കാൾഡ്
carbon assimilation cycle or carbon dioxide assimilation cycle. Carbon assimilation cycle or carbon dioxide assimilation cycle. ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയും. ഇവിടെ എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കാർബോഹൈഡ്രേറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കാർബോഹൈഡ്രേറ്റ്. ഈ ഡാർക്ക് റിയാക്ഷനെ കുറിച്ച് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് ബ്ലാക്ക്മാൻ എന്നാണ്, എഫ് ബ്ലാക്ക്മാൻ. സോ ഡാർക്ക് റിയാക്ഷൻ ഈസ് ആൾസോ കോൾഡ് ബ്ലാക്ക്മാൻസ് റിയാക്ഷൻ. ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ബ്ലാക്ക്മാൻ ആണെങ്കിലും ഈ കാർബൺ അബ്സോർബ് ചെയ്തിട്ട് ആ കാർബണിൻ്റെ പാത്ത് വേ എന്തൊക്കെയാണ് നടക്കുന്ന റിയാക്ഷൻസ് എന്നുള്ള കാർബണിൻ്റെ പാത്ത് വേ ട്രേസ് ഔട്ട് ചെയ്തത് മെൽവിൻ കാൽവിൻ എന്ന സയൻറ്റിസ്റ്റാണ്. സോ ഇറ്റ് ഈസ് കാൾഡ് കാൽവിൻ സൈക്കിൾ. അപ്പോൾ ഡാർക്ക് റിയാക്ഷനെ കാൽവിൻ സൈക്കിൾ എന്ന് പറയാൻ കാരണം കാൽവിൻ സൈക്കിൾ എന്ന് എന്താണ്? മെൽവിൻ കാൽവിനാണ് കാർബണിൻ്റെ പാത്ത് വേ ട്രേസ് ഔട്ട് ചെയ്തത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കാൽവിൻ സൈക്കിൾ. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കാർബൺ അസിമിലേഷൻ സൈക്കിൾ എന്ന്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ വേണം, പേര് പറഞ്ഞു ReBP. ReBP ഈസ് എ 5 കാർബൺ കോമ്പൗണ്ട്. എന്താണ്? റുബിലോസ് ബൈഫോസ്ഫേറ്റ്. കാർബണിനെ അബ്സോർബ് ചെയ്യുന്നത് റുബിസ്കോ എന്ന എൻസൈമിന്റെ പ്രസൻസിലാണ്. റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ്. അക്സെപ്റ്റർ ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണെങ്കിലും നീ നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 1 കാർബൺ കോമ്പൗണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 1 കാർബൺ കോമ്പൗണ്ട്. ReBP ഈസ് 5 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ 6 കാർബൺ കോമ്പൗണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത് ആക്ച്വലി. ബട്ട് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. സോ അവിടെ ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ദാറ്റ് 3 കാർബൺ കോമ്പൗണ്ട് ഈസ് കാൾഡ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഓർ PGA. അപ്പോൾ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഇസ് 3 കാർബൺ കോമ്പൗണ്ട്. ReBP ഈസ് 5 കാർബൺ കോമ്പൗണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 1 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ ആക്ച്വലി ഉണ്ടാകേണ്ട 6 കാർബൺ കോമ്പൗണ്ട് ആണെങ്കിലും അത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അത് പിന്നെ സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ അത് എന്താണ്? ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുക. ഇറ്റ് ഈസ് കാൾഡ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. സോ ഡാർക്ക് റിയാക്ഷൻ ഓർ കാൽവിൻ സൈക്കിൾ ഈസ് ആൾസോ കാൾഡ് C3 സൈക്കിൾ ഓർ C3 പാത്വേ. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ടത് റുബിലോസ് ബൈഫോസ്ഫേറ്റ്. ഇനി നോക്കുക, ഡാർക്ക് റിയാക്ഷൻ ഓർ കാൽവിൻ സൈക്കിളിന് 3 സ്റ്റെപ്സ് ആണുള്ളത്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. നമുക്കറിയാം ReBP ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുക. ദാറ്റ് അബ്സോർപ്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കാൾഡ് കാർബോക്സിലേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് റിഡക്ഷൻ. റിഡക്ഷൻ ഈസ് ദി അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. നമ്മുടെ 2 പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്, ലൈറ്റ് റിയാക്ഷൻ ഉണ്ടായ പ്രോഡക്റ്റ്. ഒന്ന് ATP, മറ്റൊന്ന് NADPH2. ഈ 2 എനർജി മോളിക്യൂൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, ലൈറ്റ് റിയാക്ഷൻ ഓർ ഫോട്ടോ കെമിക്കൽ ഫേസിലുണ്ടായത്. അപ്പോൾ ഇതിൽ NADPH2ലുള്ള ഹൈഡ്രജൻ ഈ റിയാക്ഷനിലേക്ക് ആഡ് ചെയ്യുന്നു. ദിസ് അഡീഷൻ ഇസ് കാൾഡ് റിഡക്ഷൻ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് റിഡക്ഷൻ. NADPH2 NADP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മീൻസ് ഹൈഡ്രജൻ ഈസ് ആഡഡ് ടു ദിസ് സൈക്കിൾ. So it is called reduction. And the third step is a regeneration. അടുത്ത സൈക്കിളിന് വേണ്ടിയിട്ട് വീണ്ടും ReBP ഫോം ചെയ്യണം. ശരിക്കും മുഴുവൻ്റെ പേര് റീജനറേഷൻ ഓഫ് ReBP എന്നാണ്. റീജനറേഷൻ ഓഫ് ReBP ഇതാണ് എൻ്റെ പേര്. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ ഹാസ് 3 സ്റ്റെപ്സ്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. നമുക്ക് സൈക്കിളിലേക്ക് പോവാം. ഇപ്പോൾ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ്. സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് നടക്കുക. ReBP is the 5 carbon compound. ReBP is the 5 carbon compound that absorb carbon dioxide. Carbon dioxide is 1 carbon compound. ReBP absorb carbon dioxide in the presence of the enzyme Rubisco and form 5+1 6 carbon compound ആയിട്ട് മാറുന്നു. പക്ഷേ ഈ 6 carbon compound എന്താണെന്ന് പറഞ്ഞു? അൺസ്റ്റേബിൾ പ്രോഡക്റ്റ് ആണ്. So with the help of 1 molecule of water, ഈ 6 carbon compound ഒരു 3 carbon compound ആയിട്ട് മാറുന്നു. This 3 carbon compound is called phosphoglyceric acid. 3-phosphoglyceric acid is formed. This 3-phosphoglyceric acid is called ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ്. ഈ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് PGA എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് കാൽവിൻ സൈക്കിളിനെ C3 പാത്വേ ഓർ C3 സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ 3-phosphoglyceric acid ഇതുവരെയുള്ള ഫസ്റ്റ് സ്റ്റെപ്പിനാണ് എന്ത് പറയുക? കാർബോക്സിലേഷൻ എന്ന് പറയുക. ReBP combines with the carbon dioxide in the presence of Rubisco enzyme and form a 6 carbon compound which is unstable. So with the help of 1 water molecule it is converted to 3 carbon compound phosphoglyceric acid. ഇതുവരെയുള്ള സ്റ്റെപ്പിനാണ് എന്ത് പറയുക? കാർബോക്സിലേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കുക, ഈ 3-phosphoglyceric ആസിഡിലേക്ക് 1 molecule of phosphate ആഡ് ചെയ്യുന്നു. 1 molecule of phosphate ATP is converted into ADP, മീൻസ് ഒരു ഫോസ്ഫേറ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ 3-phosphoglyceric ആസിഡ് ബൈ ദ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? 1,3-diphosphoglyceric ആസിഡ് ആയിട്ട് മാറി. 3-phospho is converted to 1,3-diphosphoglyceric acid by the addition of phosphate. ഇതിലെല്ലാം 12 molecules ആണ് ഫോം ചെയ്യുക. 12 molecules of products ആണ് ഇവിടെ എല്ലാം വരുന്നത്. നെക്സ്റ്റ് 1,3-diphosphoglyceric ആസിഡിലേക്ക് അവിടെയാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരേണ്ടത്, റിഡക്ഷൻ. റിഡക്ഷൻ ഈസ് ദി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. NADPH ഈസ് കൺവേർട്ടഡ് ടു NADP. ഹൈഡ്രജൻ ഈസ് ആഡഡ്. നമുക്കറിയാം
ഇതിൻ്റെ ഫോട്ടോളിസിസിൻ്റെ ഫലമായിട്ടുണ്ടായ വാട്ടർ സ്പ്ലിറ്റിലുണ്ടായ ഹൈഡ്രജനാണ് NADPH2 ആയിട്ട് മാറി. അത് NADP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റിഡക്ഷൻ നടന്നുകൊണ്ട് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റിൻ്റെ 12 മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഒന്നുകൂടെ നോക്കുക. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് 3-phosphoglyceric acid. 3-phosphoglyceric acid phosphorylated to form 1,3-diphosphoglyceric acid. This 1,3-diphosphoglyceric acid is reduced to form glyceraldehyde phosphate. In the 12 molecules form ചെയ്യുന്നു. Out of the 12 molecules, 10 molecules are used for a regeneration of REBP. 12 molecules glyceraldehyde phosphate ഉണ്ട്. അതിന് 10 molecules എന്തിനു ഉപയോഗിക്കുന്നു? റീജനറേഷൻ ഓഫ് REBPക്ക് ഉപയോഗിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് 1 ATP molecules. ATPയുടെ സഹായത്താൽ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് വീണ്ടും REBP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് റീജനറേഷൻ ഓഫ് REBP ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി 12 molecules, 10 molecules are regenerated. The remaining 2 molecules ഉണ്ട്. This glyceraldehyde phosphate 2 molecules are converted to fructose 6-phosphate. Fructose 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ fructose 6-phosphate finally converted to glucose, which is ultimate product of photosynthesis. അപ്പോൾ ഗ്ലൂക്കോസ് is 6 carbon compound. ഇതാണ് ഇവിടുത്തെ പ്രോഡക്റ്റ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 3 സ്റ്റെപ്സ് ആണ് ഡാർക്ക് റിയാക്ഷൻ ഓർ കാൽവിൻ സൈക്കിളിനുള്ളത്. കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. വേഗത്തിൽ ഒന്നുകൂടെ നോക്കുക. REBP absorb carbon dioxide in the presence of the enzyme Rubisco and form a 6-carbon unstable compound. It combines with 1 molecule of water to form the first stable product 3-phosphoglyceric acid. This 3-phosphoglyceric acid or PGA is phosphorylated to form 1,3-diphosphoglyceric acid. It is reduced with the help of the addition of hydrogen to form glyceraldehyde phosphate. 12 molecules are formed. From these 12 molecules, 10 molecules of glyceraldehyde phosphate are converted to REBP with the help of ATP. That last step is called regeneration. Remaining 2 molecules are utilized for glucose production. First it is converted to fructose 6-phosphate and it is converted to glucose, the final product of photosynthesis. അപ്പോൾ ഇതാണ് ഡാർക്ക് റിയാക്ഷൻ ഓർ കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിലുള്ള ഫോക്കസ് പോയിന്റ്സ് ഇത്രയുമാണുള്ളത്.